റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാട്ടാക്കട ആദിശേഖർ വധക്കേസിൽ പ്രതി പ്രിയരഞ്ജന് ജാമ്യം ലഭിക്കാനിടയായതിൽ സർക്കാർ അഭിഭാഷകരുടെ വീഴ്ച പരിശോധിക്കണമെന്ന് ആദിശേഖറിന്റെ പിതാവ് അരുൺകുമാർ. സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകണം. ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. സുപ്രീംകോടതി വിധി നിർഭാഗ്യകരമെന്നും കേസിന്റെ ആഴം മനസ്സിലാക്കാതെയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചതെന്നും അരുൺകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വളരെ അപ്രതീക്ഷിതവും നിർഭാഗ്യകരവുമായ ഒരു വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കേസിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാതെ ഉണ്ടായ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാമ്യഹർജി വാദത്തിന് വന്നപ്പോൾ സർക്കാർ വക്കീലന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പീൽ നൽകേണ്ടതും അപ്പീൽ പോകേണ്ടതും വാദിഭാഗമാണ്. വാദിഭാഗം എന്ന് പറയുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കേസ് വാദത്തിനായിട്ട് ഹൈക്കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായം പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ അത് ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയോ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അശ്വിൻ, നമ്മളൊക്കെ വലിയ വേദനയോട് കണ്ടു നിന്ന ഒരു വാർത്തയാണത്. ഒരു കുഞ്ഞിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിക്കുകയാണ്. അത് നേരിയൊരു വാക്കേറ്റത്തിന്റെ പേരിലുണ്ടായ ഈഗോയുടെ പേരിലാണ് ആ കുഞ്ഞ് മരിച്ചത് എന്നുള്ളത് അടക്കം സുപ്രീം കോടതിയിൽ നിന്ന് ആ ശിക്ഷ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത അപ്രതീക്ഷിതമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആ കുടുംബത്തിന് സ്വാഭാവികമായും വലിയ നീതിനിഷേധം എന്നുള്ളത് തോന്നും. അത് തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലൊരു ഓഗസ്റ്റ് മാസത്തിലാണ് 3 വർഷം മുമ്പ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു അപകട മരണം എന്നുള്ള രീതിയിൽ എഴുതി തള്ളിയെങ്കിൽ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ സമർത്ഥമായ ഒരു അന്വേഷണമാണ് ഇത് കൊലപാതകം ആണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചത്. മാത്രമല്ല 30ഓളം സാക്ഷികൾ അടക്കം വിശദമായ CCTV അടക്കം ഇത് പോലീസ് വിചാരണ കോടതിയിൽ എത്തിക്കുകയും അർഹമായ ശിക്ഷ ഈ പ്രതിക്ക് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ചില സംശയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു കേസിൽ പ്രതിയുടെ ശിക്ഷാവിധി, ഈ ജീവപര്യന്തം ശിക്ഷാവിധി താൽക്കാലികമായി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രതിക്ക് ജാമ്യം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി അത് ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാതെയുള്ള ഒരു വിധിയാണ് എന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള അരുൺകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതോടുകൂടി തന്നെ അതിലെ ആശങ്ക അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ കോടതിയുടെ ഇതിന് ഹൈക്കോടതിയിലേക്ക് വാദം വരുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു നൽകണമെന്ന ആവശ്യം ഇവർ സർക്കാരിനോട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാരാണ് ഈ ഒരു കേസിലെ വാദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലടക്കം മേൽക്കോടതിയിലടക്കം ഹർജി നൽകേണ്ടത് സർക്കാരാണ്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഉള്ളത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധു, ഏറെ വേദനാജനകവുമാണ്. ഈ കുട്ടിയുടെ അമ്മ 2 മാസം മുമ്പ് മരണപ്പെട്ടിരുന്നു. ആ ഒരു വിഷമത്തിൽ കൂടിയാണ് ഈ കുടുംബം ഉള്ളത്. അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലൊരു വിധി കൂടി പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ കുടുംബം തകർന്നിരിക്കുകയാണ്. ഈ ഒരു വിധി അത് എത്രയും പെട്ടെന്ന് പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ അരുൺകുമാർ വെക്കുന്നത്. അതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം, സർക്കാർ സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കാരണം കുട്ടികൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ മനഃപൂർവ്വം, നമുക്കറിയാം ഈ ഒരു കേസിന്റെ പശ്ചാത്തലം ഈ ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ഈ 15-കാരൻ ചോദ്യം ചെയ്തത് മാത്രമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള കാര്യം ഏതാണ്ട് തെളിഞ്ഞതാണ്. അത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് പോലും ഒരു മാന്യമായൊരു ശിക്ഷയാണ് ഈ വിചാരണ കോടതി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് സുപ്രീം കോടതി മരവിപ്പിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നൊരു ചോദ്യം വീഴ്ചയുണ്ടായിട്ടുണ്ടോ ഇത് പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ അരുൺകുമാർ റിപ്പോർട്ടർ ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്ന. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.